പാപം ചെയ്യാത്ത ഹബീബായ തങ്ങൾ, പാപം കുറിച്ച് ചിന്തിക്കാത്ത ഹബീബായ തങ്ങൾ, പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാ ദിവസവും ഞാൻ 70 പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ട്. എല്ലാ ദിവസവും 70-ൽ കൂടുതൽ പ്രാവശ്യം, മറ്റൊരു റിവായത്തിൽ 100 പ്രാവശ്യം എന്നും കാണാം. പ്രവാചകന്മാര് പോലും തൗബ ചെയ്യാറില്ലേ? പ്രവാചകന്മാര് പോലും പശ്ചാത്തപിച്ചില്ലേ? ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചില്ലേ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, വർഷങ്ങളോളം 100 വർഷത്തോളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിറകണ്ണുകളോടെ തന്റെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് തന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാമെങ്കിൽ, ബഹുമാനപ്പെട്ട ആദം നബിയും ബീവി ഹവ്വായും അലൈഹിമസ്സലവാത്തു വത്തസ്ലീമാത്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചത് ഖുർആൻ വിവരിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഒരു പ്രവാചകനാണ്, പ്രവാചക കുലത്തിലെ പ്രമുഖനാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അവർ ചെയ്തു പോയ ഒരു പാപമാണോ? വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് ആദമേ നീയും നിന്റെ ഭാര്യയും അടുക്കരുതേ എന്ന് പറഞ്ഞു പോയി. ആദം നബിയെ അല്ല പിശാച് വശീകരിച്ചത്, ആദമിന്റെ ഭാര്യയാണ് വശീകരിച്ചത്, ആദമിന്റെ തുണയെയാണ് വശീകരിച്ചത്, ആദമിന്റെ ഇണയെയാണ് വശീകരിച്ചത്. ബീവി ഹവ്വ ഒറ്റയ്ക്കിരുന്നപ്പോ പിശാച് ബീവി ഹവ്വയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ലാത്ത സമയത്ത് ആ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയും ആ പെണ്ണതിൽ വീണു പോവുകയും ചെയ്തുവെങ്കിൽ ഓർക്കണേ, ചിന്തിക്കണേ, അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാ. ഖുല്ലഹ്ബിതു മിൻഹാ ജമിയാ. തീരുമാനങ്ങൾ സ്വീകരിക്കാത്തവർക്ക് ഈ സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല, അവർക്ക് ഇടമില്ല, അവരുടെ സങ്കേതം ഇതല്ല. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമേ, ഭൂലോകത്തേക്ക് പോകണമേ. നിങ്ങളെ ഇതാ നാം ഈ സ്വർഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടോളാൻ പറഞ്ഞു. ഭൂമിയിലേക്ക് വന്നുകൊണ്ട് രണ്ടുപേരും നിറകണ്ണുകളോടെ തൗബ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ അല്ലാഹുവേ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി പടച്ചവനെ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ, ഞങ്ങൾ തീരാ നഷ്ടവാളികളായി പോകും പടച്ചവനെ, നഷ്ടപ്പെട്ടവരായി പോകും അല്ലാഹ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീവി ഹവ്വായും തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു എന്ന് കാണാം ചരിത്രത്തിൽ. 100 വർഷത്തോളം. ചില ചരിത്രകാരന്മാർ പറയുന്നു 200 വർഷത്തോളം. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. الله سبحانه وتعالى
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സകലവും സമർപ്പിച്ചപ്പോൾ പടച്ച തമ്പുരാൻ ഫതാബ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് പുറത്തു കൊടുത്തു. ആദം നബിക്ക് തൗബ സ്വീകരിച്ചു. പ്രവാചകൻ തൗബ ചെയ്യുകയാണ്. പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിബ്തിയിലെ ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. അത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് തൊട്ടതാണ്. ആളങ്ങ് തട്ടിപ്പോയി. ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് തട്ടി, ആള് വടിയായി മരിച്ചുപോയി. ഉടനെ എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ, അല്ലാഹുവേ ഇത് പിശാചിന്റെ പണിയായി പോയല്ലോ പടച്ചവനെ. വെറുതെ ആദ്യം അങ്ങോട്ട് അടിയും അടുക്ക് ഉണ്ടാക്കിയിട്ട് സംഭവിച്ചു. അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല, അതറിയാതെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ ചെയ്തതാണ്. ആള് തട്ടിപ്പോയി, വടിയായി പോയി. പടച്ചവനെ ഇത് വല്ലാത്തൊരു ശൈത്താന്റെ പണിയായി പോലെ. ഉടനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? തൗബ ചെയ്തു. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, അല്ലാഹുവേ ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം കാട്ടി നാഥാ, നീ എനിക്ക് പുറത്തു തരണേ പടച്ചവനെ, പുറത്തു തരണേ പടച്ചവനെ. ഫഗഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുത്തു. അല്ലാഹു പുറത്തു കൊടുത്തു. പ്രവാചകന്മാരുടെ കാര്യമാണ്. പ്രവാചകന്മാരുടെ കാര്യം. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്ത് ആരും സ്വീകരിക്കാതെ വന്നപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോയാൽ മതി. അങ്ങനെ പോയി. അത് അള്ളാന്റെ തീരുമാനം. പരീക്ഷണങ്ങളൊക്കെ വരും, അതിനെ തരണം ചെയ്ത് കഴിഞ്ഞുകൂടണം. ദീനിന്റെ ദഅവത്ത് ചെയ്യുന്നവർക്കും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും. ആ ത്യാഗത്തിൽ എന്ത് ചെയ്യണം? സഹിക്കണം, ക്ഷമിക്കണം, പിടിച്ചു നിൽക്കണം. അതുകൊണ്ടല്ലേ പള്ളികളിലൊക്കെ വലിയമാർക്ക് വല്ലാത്ത ഭീഷണികളാണ്. അവരെ കുറ്റം, ഇവരുടെ കുറ്റം, അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് വലിയാക്കന്മാരിക്കാത്തത്. നാട്ടുകാർ സമ്മതിക്കണ്ടേ? എന്താ പിത്തിനായും പ്രസാദം പറഞ്ഞിട്ട് വല്ലാത്ത പരീക്ഷണങ്ങളാണ് അവർ നേരിടുന്നത്. പക്ഷെ അതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടും. അങ്ങനെയുണ്ട്. അതങ്ങനെ പിടിച്ചു നിൽക്കൽ അതൊരു ഈമാനിന്റെ ഭാഗമാണ്. അതിനെ വിട്ടിട്ട് ഒളിച്ചോടുമ്പോ ചിലപ്പോൾ അള്ളാന്റെ പരീക്ഷണം ഉണ്ടാവും. ഒളിച്ചോടുമ്പോ അള്ളാന്റെ പരീക്ഷണം ഉണ്ടാവും. അങ്ങനെ ഒളിച്ചോടി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. കപ്പലിൽ പോയപ്പോ പറഞ്ഞല്ലോ, കപ്പലിൽ സംഭവം എല്ലാം അറിയാലോ. അതിനെടുത്ത് കടലിലേക്ക് ഇട്ടു. കടലിൽ ഇട്ട പാടെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെയും യൂനുസ് നബിയും കൂടെ മറ്റൊരു മത്സ്യം വിഴുങ്ങി. 40 ദിവസം വയറ്റിനകത്ത്. തൗബ ചെയ്തു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തൗബ ചെയ്തു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വനാദാ ഫിൽ ളുൽമാത്, ആ ഇരുണ്ട തുരുത്തിൽ ആ വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് പടച്ചവനെ, പരിശുദ്ധനാണ് അല്ലാഹ്. ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. നാഥാ നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിറക്കണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന്റെ ആ കണ്ണുനീര് സ്വീകരിച്ചു. വനജ്ജൈനാഹു മിനൽ ഗം,
അദ്ദേഹത്തിന്റെ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം അദ്ദേഹത്തെ കരകയറ്റി രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത് പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യമാണെങ്കിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രഭാഷണം നടത്തുന്ന അബൂബക്കറെ, നമ്മെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ പറയുന്നത്.